നമസ്കാരം. ഹായ് എവരിവൺ. എല്ലാവർക്കും ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ എനർജിയുമായി ഒത്തുവരണമെന്ന് വിചാരിച്ച് കാണുക. ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 2 of Wandsൻ്റെ എനർജിയാണ്. 2 of Wands എന്ന് പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. അൺകണ്ടീഷണൽ ലവ് അത് സഹോദരങ്ങളെയോ മക്കളെയോ അച്ഛനോ അമ്മയോ ആരുമായിക്കോട്ടെ നേരിട്ടുള്ള ബന്ധമല്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കഴിവുള്ള ആളുകളാണ് സോൾമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രമല്ല, അപ്പം അങ്ങനെയുള്ള ആരോ ആയിട്ട് നിങ്ങൾ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ഏത് രീതിയിലായാലും രണ്ടുപേർ തമ്മിൽ ഒന്നിക്കുന്നു എന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. ഒന്നുകിൽ ഒരു ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ടാകാം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്ന എന്തോ ഒരു കാര്യം തുടങ്ങുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഓഫറുമായി നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നുള്ള ഏതോ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട്. വളരെയധികം ആൾക്കാർക്ക് ഇന്ന് പോസിറ്റീവ് എനർജിയാണ് ഉള്ളത്. 9 of Cupsൻ്റെ എനർജിയിൽ നിങ്ങൾ ഇന്നിപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണെന്നാണ് കാണുന്നത്. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ കുറച്ച് സമയം കൊടുക്കുക. അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. പണവും സന്തോഷവും സ്നേഹവും എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിന് വല്ലാതെ പേടി തോന്നുന്നുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു സാഹചര്യവും കാണുന്നില്ല. ഒന്നുകിൽ ചില കമ്പനിയിലോ ഓഫീസിലോ കുറേ ആളുകൾ നിങ്ങൾക്ക് എതിരായി നിന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും എതിരായി നിൽക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകൾ നിങ്ങളുടെ എതിരായി നിൽക്കുന്നു എന്നും മനസ്സിലാക്കാം. നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ അറിയാവുന്ന എല്ലാവരും ഒരുമിച്ചു. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു വിജയമാണ് വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. എല്ലാം തകർന്നു പോയിട്ട് ഒന്നിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും. വളരെ വലിയ സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. ഈസിയായി കിട്ടുന്നതിന് വളരെ മൂല്യം കുറവായിരിക്കും. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ വിജയമാണിത്. ആ വിജയത്തിൻ്റെ മാധുര്യം നിങ്ങൾക്ക് വളരെ വലുതായിരിക്കും. അങ്ങനെ ഒരു വിജയം കിട്ടിയെന്നാണ് കാണുന്നത്. ആ വിജയം ഉപയോഗിക്കേണ്ട രീതി ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യുവാൻ എന്നും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നുണ്ട്, ധാരാളം ധനം വരുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നു. ചില നല്ല തീരുമാനങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയറായി. ജോലിയാകട്ടെ, റിലേഷൻഷിപ്പ് ആകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിവേഗം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ആക്ഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നന്നായി ആലോചിച്ച് വിശകലനം ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്. അടുത്ത് വരുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിളിൻ്റെ എനർജിയാണ്. അത് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ടെന്നാണ്. ചില ആൾക്കാർക്ക് പ്രൊമോഷൻ ആയിരിക്കാം, ചില ആൾക്കാർക്ക് ബിസിനസ് തുടങ്ങി നല്ലൊരു പ്രോഗ്രസ് കിട്ടുന്നുണ്ടാവാം, അവർക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അടുത്ത് വന്ന ഒരു ലവേഴ്സ് കാർഡാണ്. ഇത് ഒരു സെലിബ്രേഷൻ ലവ്, നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹവുമായി ആരോ വരുന്നുണ്ടെന്നാണ് കാണുന്നത്. ഇത് കാർഡ് ഓഫ് മാരേജ്, മ്യൂച്വൽ ട്രസ്റ്റ്, ഹീലിങ്ങിൻ്റെ ഗോഡാണ്. നിങ്ങൾക്ക് സോൾ കണക്ഷനുമായുള്ള ഒരു ബന്ധം വരുന്നു എന്ന് കാണുന്നുണ്ട്. വളരെ അനാവശ്യമായ പാഷൻ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് വളരെയധികം സന്തോഷമാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ് വരുന്നതായും കാണുന്നുണ്ട്. അടുത്തത് ഒരു ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. അത് നിങ്ങളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ നിങ്ങൾ തെറ്റായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. വെറുതെ സാക്രിഫൈസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം കളയുകയാണ്, വെറുതെ തടഞ്ഞു വെക്കുകയാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ, ഇപ്പോഴുള്ള സിറ്റുവേഷൻ പലതും സ്റ്റക്കാവുകയാണ്. എന്തൊക്കെയോ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്നിനും പൂർണ്ണമായൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് തീരുമാനിക്കേണ്ട സമയമായിട്ടുണ്ട് നിങ്ങൾക്ക്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. സന്തോഷിക്കാനുള്ള കാര്യമാണ്.
ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ പല കാര്യങ്ങളെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കും വിഷമങ്ങൾക്കുമുള്ള ഒരു ജഡ്ജ്മെൻ്റാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പവർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫുൾ കൺട്രോൾഡ്, അച്ചീവ് ഹെയർ പൊട്ടൻഷ്യൽ. എവിടെയാണോ എത്തേണ്ടത് നിങ്ങൾ അവിടെ എത്തിയെന്നാണ് കാണുന്നത്. എല്ലാവരെയും പണിയെടുപ്പിക്കാൻ പറ്റിയൊരു പവർഫുള്ളായ ഒരു വ്യക്തിയായി മാറി എന്നാണ് കാണുന്നത്. ആക്ഷൻ എടുക്കുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയാണ് വരുന്നത്. നിങ്ങൾക്ക് നല്ല ധൈര്യം വരുന്നുണ്ട്. എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് കാണുന്നുണ്ട്. ശക്തമായ തീരുമാനം എടുക്കാനും എടുത്ത തീരുമാനം നടപ്പാക്കാനും പറ്റിയ ആൾക്കാരാണെന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു എന്ന് കാണുന്നുണ്ട്. ഒന്നുകിൽ മനസ്സ് റിലാക്സ് ആകാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം, യാത്ര പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാനോ ജോലിക്കോ മറ്റോ പോകുന്നതാകാനും സാധ്യതയുണ്ട്. നിങ്ങൾ അവിചാരിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കും. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ എനർജിയുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. അതേപോലെ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.